ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഇന്നത്തെ സെഷനിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ബോഡി മെഷർമെന്റ്സിനെ പറ്റിയിട്ടാണ്. എങ്ങനെയാണ് നമ്മളൊരു ഡ്രസ്സ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ഒരു ഫുൾ ബോഡിയിൽ നിന്നും എങ്ങനെയാണ് ബോഡി മെഷർമെന്റ്സ് എടുക്കേണ്ടത് എന്നാണ് നമ്മളിപ്പോൾ ഇവിടെ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ അതിനായിട്ട് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് രണ്ട് തരം മെഷർമെന്റ്സ് ഉണ്ട്. ഒന്ന് വെർട്ടിക്കൽ മെഷർമെന്റ്സും ഒന്ന് ഹൊറിസോണ്ടൽ മെഷർമെന്റ്സും. അതായത് നീളനെ എടുക്കുന്ന അളവുകളെയാണ് നമ്മൾ വെർട്ടിക്കൽ മെഷർമെന്റ്സ് എന്ന് പറയുന്നത്. വട്ടനെ എടുക്കുന്ന അഥവാ ഒരു ബോഡിയെ ചുറ്റിയെടുക്കുന്ന അളവുകളെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ മെഷർമെന്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി അത് എങ്ങനെയാണ് ഒരു ബോഡിയിൽ മെഷർമെന്റ്സ് എടുക്കുന്നത് എന്ന് നോക്കാം. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നമ്മുടെ മെഷർമെന്റ് ചാർട്ടിൽ പരിചയപ്പെടാം. ഇപ്പൊ ഇത് എടുക്കുന്ന മെത്തേഡിനെ പറ്റി മാത്രം നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം കേട്ടോ. ഓക്കെ, ഒരു ബോഡിയുടെ കൈതാഴെയാണ് ഒരു ബോഡി മെഷർമെന്റ് നിവർന്നു നിന്ന് ശരിക്കും. ഓക്കെ, ഒരു ബോഡി മെഷർമെന്റ്സ് എടുക്കുമ്പോൾ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ഷോൾഡറിൽ നിന്നാണ്. ഷോൾഡറിന്റെ ഈ രണ്ട് സൈഡിലായിട്ട് നമുക്ക് തൊട്ട് നോക്കുമ്പോൾ ചെറിയൊരു ബോൺ കാണാം. ഈ ബോണിൽ നമ്മൾ ഇഞ്ചിലാണ് മെഷർമെന്റ്സ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഷോൾഡർ മെഷർ ചെയ്യാനായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കണം. ബാക്കിലേക്ക് തിരിച്ചിട്ട് ശരിക്കും സ്ട്രെയിറ്റ് ആയിട്ട് വളയാതെ നിൽക്കാം. കൈ താഴെയിട്ട് നിൽക്കാം. അതിനുശേഷം ഈ പോയിന്റ് നമ്മൾ ഷോൾഡർ ബോണിന്റെ മേലെ വെക്കാം. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ഷോൾഡർ ബോണിൽ അടുത്ത ഒരു പോയിന്റ് കൊണ്ടുവയ്ക്കാം. അപ്പം ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഷോൾഡർ മെഷർമെന്റ്. ഈ ഷോൾഡർ മെഷർമെന്റ് എടുക്കുമ്പോൾ ടേപ്പ് ഇങ്ങനെ വളഞ്ഞു നിൽക്കാനോ അതുപോലെ ഇങ്ങനെ വളഞ്ഞു നിൽക്കാനൊന്നും പാടില്ല. വളരെ സ്ട്രെയിറ്റ് ലൈൻ ഇട്ട പോലെ നമുക്ക് കിട്ടണം. അപ്പോൾ കസ്റ്റമറുടെ പുറകിൽ നിന്നിട്ട് വേണം നമ്മളെപ്പോഴും ഷോൾഡർ മെഷർമെന്റ് എടുക്കാനായിട്ട് കേട്ടോ. ഇത് ഏകദേശം എടുക്കുമ്പോൾ ഒരു 14 നമുക്ക് ഷോൾഡർ മെഷർമെന്റ് കിട്ടുന്നത്. ഓക്കെ, ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങൾ ടേപ്പ് വളയാനോ തിരിയാനോ ഒന്നും പാടില്ല. അതുപോലെ ഇങ്ങനെ ട്വിസ്റ്റഡ് ആയിട്ടുള്ള ടേപ്പ് വെച്ചിട്ട് നമ്മൾ മെഷർമെന്റ് എടുക്കരുത്. നോർമലി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഇതിൽ ഒന്നുകൂടെ പറയുന്നേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ ഒരു ഷോൾഡർ ബോൺ തൊട്ട് അടുത്ത ഷോൾഡർ ബോൺ വരെയുള്ള മെഷർമെന്റ് ആണ് നമ്മുടെ ഷോൾഡർ മെഷർമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഷോൾഡർ മെഷർമെന്റ് എടുത്തു. ഇനി അടുത്തത് നമുക്ക് ഈ ഷോൾഡർ മെഷർമെന്റ് ഒരെണ്ണം മാത്രമാണ് നമ്മൾ ഒറ്റ മെഷർമെന്റ് വെർട്ടിക്കലി എടുക്കുന്ന സിംഗിൾ മെഷർമെന്റ് ആയിട്ട് വരുന്നത്. ഹൊറിസോണ്ടലി എടുക്കുന്ന ഒറ്റ മെഷർമെന്റ്, നമ്മൾ ചുറ്റളവ് എടുക്കാതെ ഒറ്റ അളവ് എടുക്കുന്നത് ഈ ഷോൾഡർ മെഷർമെന്റ് മാത്രമാണ് കേട്ടോ. അടുത്ത് നമ്മൾ നെക്കിന്റെയാണ് എടുക്കുന്നത്. അതായത് കോളർ പോലെയുള്ള ഡ്രസ്സുകൾ സ്റ്റിച്ച് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഈ നെക്കിന്റെ മൊത്തം അളവ് അറിയേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നെക്ക് മെഷർമെന്റ് എടുക്കുന്നത് കേട്ടോ. അപ്പൊ അതിന് നെക്കിന്റെ ബാക്കിൽ കൂടെ നമ്മൾ ടേപ്പ് ചുറ്റി കൊണ്ടുവരുന്നു. അതിനുശേഷം വെച്ച് കറക്റ്റായിട്ട് ഏത് പോയിന്റിലാണ് വേണ്ടത്. ഇപ്പൊ ഞാൻ ഇവിടെ വരെയാണ് എടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഹാഫ് കോളർ ആണെങ്കിൽ ഹാഫ് കോളറിന്റെ അളവ് എവിടെ മുതൽ എവിടെ വരെയാണോ അവിടെ വരെ നമ്മൾ അളവ് മാർക്ക് ചെയ്യും. ഇതിപ്പോൾ ഞാൻ ഫുൾ മെഷർമെന്റ്, അതായത് ഈ ബ്യൂട്ടി ബോണിന്റെ അവിടെ വരെയുള്ള 2 മെഷർമെന്റ്സ് ആണ് എടുക്കുന്നത്. അത് ഏകദേശം ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ ഏകദേശം 11 വന്ന് നിൽക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് ക്ലോസ്ഡ് ആയിട്ടാണ് വേണ്ടതെങ്കിൽ നമുക്ക് ക്ലോസ്ഡ് ആയിട്ട് അളവെടുക്കാം. അപ്പോൾ ഒരു 12 കിട്ടും. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് നമുക്ക് അപ്പർ ചെസ്റ്റ് ആണ്. അപ്പർ ചെസ്റ്റ് മെഷർമെന്റ് കേട്ടോ. അതായത് നമ്മൾ ചെസ്റ്റ് എന്ന് പറയും, അതിന് അപ്പർ ചെസ്റ്റ് എന്ന് പറയും, ചെസ്റ്റ് എന്ന് പറയും. നമ്മൾ ബ്ലൗസിന്റെ ഒക്കെ മെഷർമെന്റ്സ് കൈ താഴെ ഇട്ടുള്ളൂ. ബ്ലൗസിന്റെ ഒക്കെ മെഷർമെന്റ്സിന്റെ കേസിലാണെങ്കിൽ നമ്മൾ അപ്പർ ചെസ്റ്റ്, ബസ്റ്റ്, ലോവർ ബസ്റ്റ് അങ്ങനെയാണ് മെഷർമെന്റ്സ് പറയാം. പക്ഷെ ഇതിലിപ്പോൾ നമ്മൾ കുട്ടികളുടെ ഒക്കെ നമ്മൾ ചെസ്റ്റ് എന്നാണ് ജസ്റ്റ് എടുക്കുന്നത്. ഓക്കെ, ചെസ്റ്റ് മെഷർമെന്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ നമ്മുടെ ആം ഹോള്, അതായത് കൈ ജോയിനിങ് വരുന്ന ആ കറക്റ്റ് പോയിന്റിലേക്ക് കയറ്റി വെച്ചിട്ട് വേണം നമ്മൾ ടേപ്പിനെ ആ പോയിന്റിലേക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് കയറ്റി വെച്ചിട്ട് വേണം, ഇങ്ങനെ വെച്ചിട്ട് വേണം ചെസ്റ്റിന്റെ മെഷർമെന്റ് എടുക്കാനായിട്ട്. അതല്ലെങ്കിൽ അതിന് ചെസ്റ്റ് വേരിയേഷൻ വരും. നോക്കി കസ്റ്റമറിന്റെ അടുത്ത് കൈ ഒന്ന് പൊക്കാൻ പറയുക. അത് പൊക്കിയതിന് ശേഷം നമുക്ക് കറക്റ്റായിട്ട് കൊണ്ടുവന്ന് ചെസ്റ്റ് താഴെയിടും വെക്കാം. ഇതുപോലെ വെക്കുമ്പോൾ ഒരുപാട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് മെഷർമെന്റ് എടുക്കരുത്. വല്ലാതെ ലൂസാക്കി പിടിച്ചും മെഷർമെന്റ്സ് എടുക്കാൻ പാടില്ല. മെഷർമെന്റ്സ് എടുക്കുന്ന സമയത്ത് എപ്പോഴും ഇതുപോലെ ഒരു 1 ഫിംഗർ ഗ്യാപ്പ് നമുക്ക് ടേപ്പിന്റെ ഉള്ളിൽ ബോഡിയുമായിട്ട് വേണം. അപ്പം നമുക്ക് ഈ പറയുന്ന ടേപ്പിന്റെ സ്റ്റാർട്ടിങ് ഭാഗം താഴെ വരുന്ന ഭാഗവുമായിട്ട് എവിടെയാണോ കണ്ടോ, ഇവിടെ നോക്കുമ്പോൾ നോക്കൂ 2 ലൈൻ, ഈ സ്റ്റീലിന്റെ ലൈൻ ഏത് ലൈനിലേക്കാണോ കണക്ട് ചെയ്തിരിക്കുന്നത് അതാണ് ബോഡി മെഷർമെന്റ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് നമുക്ക് ജസ്റ്റ് മെഷർമെന്റ് 27.5 ആണ് കേട്ടോ. അത് കഴിഞ്ഞ് പതിയെ നമ്മളൊന്ന് ടേപ്പിനൊന്ന് വലിച്ച് ബസ്റ്റ് പോയിന്റിലേക്ക് കൊണ്ടുവരാം. അതായത് ചെസ്റ്റിൽ, അതായത് നമ്മുടെ അപ്പർ ബോഡിയിൽ ഏറ്റവും പ്രൊമിനന്റ് ആയിട്ട് നിൽക്കുന്ന, ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഭാഗം ഏതാണോ ആ പോയിന്റിൽ കൂടി വേണം ബസ്റ്റിന് വേണ്ടി നമ്മൾ മെഷർമെന്റ് എടുക്കുമ്പോൾ പാസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഏറ്റവും പ്രൊമിനന്റ് ആയിട്ട് നിൽക്കുന്ന ഭാഗത്ത് കൂടി നമ്മൾ മെഷർമെന്റ് പാസ് ചെയ്യാം. എന്നിട്ട് ആ മെഷർമെന്റ് എത്രയാണോ അതിന് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കണം. അതും ഈ പറഞ്ഞ പോലെ ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് മെഷർമെന്റ്സ് എടുക്കാൻ പാടുള്ളതല്ല കേട്ടോ. പിന്നെ ഈ മെഷർമെന്റ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് ബോഡിയുടെ ബാക്കിലൂടെ വരുന്ന ടേപ്പ് കറക്റ്റ് അല്ലേ എന്ന് കൂടെ നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. അതിനായിട്ട് ഓക്കെ,
ഒരുപക്ഷെ ബോഡിയുടെ ബാക്കിലൂടെ ടേപ്പ് ചിലപ്പോൾ സ്ലാൻഡിങ് ആയിട്ടോ വേവി ആയിട്ടോ ഒക്കെ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് ഇല്ലാതിരിക്കാനായിട്ട് അതൊന്ന് കറക്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് മാത്രം നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്തെടുക്കാം. അങ്ങോട്ട് വരുന്ന ചെസ്റ്റ് നമ്മളിപ്പോൾ വളർന്നത് ചെസ്റ്റ് കഴിഞ്ഞ് ബസ്റ്റ് എടുക്കുമ്പോൾ ഇതുപോലെ തന്നെ ടേപ്പ് ഒരു ലേശം താഴ്ത്തി വെക്കണം. അതല്ലാതെ നമ്മൾ ചെസ്റ്റ് ഇറക്കുന്ന സെയിം പോർഷനിൽ തന്നെ ബാക്ക് സൈഡ് ഇരിക്കുകയും ഫ്രണ്ട് സൈഡ് മാത്രം ഇറക്കി എടുത്തു കഴിഞ്ഞാൽ അളവിലും മെഷർമെന്റിൽ തെറ്റ് വരും. തിരിഞ്ഞോളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ആം ഹോളിൽ കൂടി കടത്തിയിട്ട് നമ്മൾ ചെസ്റ്റ് എടുത്തു. അതിനുശേഷം ഒന്ന് പതിയെ ടേപ്പ് ഒന്ന് താഴേക്ക് ഇറക്കി കൈതാഴിച്ചുള്ളൂ. ബസ്റ്റ് മെഷർമെന്റ് എടുത്തു. ബസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ലോവർ ബസ്റ്റ്, അതായത് ബസ്റ്റിന് തൊട്ട് താഴെയാണെങ്കിൽ, അതായത് ഒരു വലിയ ഫീമെയിൽ ബോഡി ഒക്കെ ആണെങ്കിൽ ബസ്റ്റിന് തൊട്ട് താഴെ വരുന്ന ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ബസ്റ്റിന് തൊട്ട് ചേർന്ന് വരുന്ന പോർഷൻ, അതിനെയാണ് ലോവർ ബസ്റ്റ് എന്ന് പറയുക. അപ്പൊ കുട്ടികൾക്കാവുമ്പോൾ നമുക്ക് ലോവർ ബസ്റ്റ് കിട്ടാനൊരു ചാൻസ് ഇല്ല. ലോവർ ബസ്റ്റ് പറയുമ്പോൾ ഇവിടെയാണ് വരിക മെഷർമെന്റ് എടുക്കുമ്പോൾ. അതിനുശേഷം വരുന്നത് നമുക്ക് വേസ്റ്റ് ആണ്. വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡിയിൽ, ഓൾ ഓവർ ബോഡിയിൽ ശരിക്കും കേട്ടോ, ഓൾ ഓവർ ബോഡിയിൽ ശരിക്കും സ്ട്രെയിറ്റ് ആയിട്ട് നിർത്തുക. ഓൾ ഓവർ ബോഡിയിൽ ഏറ്റവും ഷേപ്പ് കേർവിംഗ് ആയിട്ട് വരുന്ന, അതായത് ബോഡി ഷേപ്പ് കറക്റ്റ് ആയിട്ട് വരുന്ന ഈ ഒരു പോയിന്റ് ഉണ്ടായിരിക്കും. ഫിമെയിൽ ബോഡിയിലായാലും മെയിൽ ബോഡിയിലും ഒരു കർവിംഗ് ഷേപ്പ് വരുന്ന, ബോഡിക്ക് ശരിക്കും ഷേപ്പ് കൊടുക്കുന്ന ഒരു ഭാഗത്തെ ഏറ്റവും ചുരുങ്ങിയ അളവ്, അതായത് നമ്മളുടെ ഈ ആം ഹോൾ തൊട്ട് ഹിപ്പ് വരെയുള്ള ഈ അരഭാഗം വരെയുള്ള ഭാഗത്തിനിടയിൽ ഏറ്റവും ബോഡി ഷേപ്പ് കൊടുക്കുന്ന ഭാഗത്തെ അളവിനെയാണ് നമ്മൾ വേസ്റ്റ് അളവ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത് നമുക്ക് വേസ്റ്റ് എങ്ങനെയാണ് മെഷർ ചെയ്യാൻ നോക്കാം. ടേപ്പ് ഇതുപോലെ റൗണ്ടിലെടുക്കാം. അതിനുശേഷം വേസ്റ്റ് മെഷർമെന്റ് ഇപ്പോൾ ഇവിടെ 22.5 ആണ് നമുക്ക് വേസ്റ്റ് മെഷർമെന്റ് കിട്ടുന്നത്. അപ്പോൾ ഈ ടേപ്പ് നിൽക്കുന്ന ആ ഒരു ലൈനോട് ചേർത്ത് വായിക്കും. 23 ഉണ്ട് ഇവിടെ. 23 നമുക്ക് വേസ്റ്റ് അളവായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ആ ടേപ്പിനെ ഹൈഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മെഷർമെന്റിൽ വ്യത്യാസം വരും. 23 ആണ് നമുക്കിവിടെ വേസ്റ്റ് അളവ് കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം പിന്നീട് ടേപ്പ് സ്ലാൻഡിങ് ആയി നമ്മൾ താഴേക്ക് കൊണ്ടുവരുമ്പോൾ പിന്നെ വരുന്നത് ഹിപ്പ് അളവ് അല്ലെങ്കിൽ സീറ്റ് അളവ് എന്ന് പറയും. അതായത് ഒരു ബോഡിയുടെ ബാക്ക് പോർഷനിൽ ഏറ്റവും പ്രൊമിനന്റ് ആയിട്ട് നിൽക്കുന്ന ഭാഗം, അതായത് നമ്മൾ ബസ്റ്റ് അളവ് എടുക്കുന്ന ഫ്രണ്ട് സൈഡിൽ ഏറ്റവും പൊന്തി നിൽക്കുന്ന ഭാഗത്താണെങ്കിൽ ഹിപ്പ് അളവ് എടുക്കുമ്പോൾ എപ്പോഴും ബാക്ക് സൈഡിൽ എവിടെയാണോ ടേപ്പ് ഏറ്റവും കൂടുതലായിട്ട് ബോഡി പൊങ്ങി നിൽക്കുന്നത് അവിടെ നിന്നാണ് നമ്മൾ ഹിപ്പ് അളവ് എടുക്കുന്നത്. അതായത് ബാക്ക് സൈഡിൽ നമ്മൾ ഇരിക്കുന്ന സീറ്റിന്റെ ഏറ്റവും ടോപ്പ്, അതായത് ഏറ്റവും സീറ്റിന്റെ കറക്റ്റ് സെന്ററിലൂടെ വേണം നമ്മൾ ഹിപ്പിന്റെ മെഷർമെന്റ് എടുക്കാനായിട്ട്. ഇരുന്നോളൂ. അപ്പോൾ ഹിപ്പ് മെഷർമെന്റ് എടുക്കാനായിട്ട് നമ്മൾ ടേപ്പ് ഒന്ന് പതിയെ വലിച്ചു താഴേക്ക് ഇറക്കി അതിനുശേഷം കണ്ടോ ഇവിടെ 31.5 31.5 നമുക്കിവിടെ സീറ്റിന്റെ മെഷർമെന്റ് കിട്ടുന്നത്. സീറ്റ് അഥവാ ഹിപ്പിന്റെ മെഷർമെന്റ് കിട്ടുന്നത്. അപ്പൊ ഇത്രയും മെഷർമെന്റ്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ബേസിക് ബോഡി, അതായത് ബോഡിയുടെ ഒരുവിധം ടോട്ടൽ മെഷർമെന്റ്സ്, ഹൊറിസോണ്ടൽ മെഷർമെന്റ്സ് അഥവാ റൗണ്ട് മെഷർമെന്റ്സിന് നമ്മൾ അളന്നു കഴിഞ്ഞു. ഇനി അടുത്ത വരുന്ന മെഷർമെന്റ് എന്ന് പറയുന്നത് നമ്മളുടെ റൗണ്ട് മെഷർമെന്റിൽ അടുത്ത റൗണ്ട് മെഷർമെന്റ് വരുന്നത് നമുക്ക് ആം ഹോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം കൈക്കുഴി എത്രയാണോ വരുന്നത് അതിനളക്കാം. അതിന് വേണ്ടിയിട്ട് ഇതായിട്ട് ഷോൾഡറിൽ കൊണ്ടുവന്ന് ടേപ്പ് വയ്ക്കണം. അതിനുശേഷം ടേപ്പ് കറക്റ്റായിട്ട് കൈയിൻ്റെ നമ്മുടെ ഈ ബോഡിയോട് ചേരുന്ന ഭാഗത്തോട് കൂടി റൗണ്ട് ചെയ്ത് കൊണ്ടുവരിക. അതിനുശേഷം കറക്റ്റായിട്ട് ഇതുപോലെ ടേപ്പ് വെച്ച് അളന്ന് നോക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം 13.5 ഇവിടെ ആം ഹോളായിട്ട് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ആം ഹോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേറെ മെത്തേഡ് ഉണ്ട്. പക്ഷേ ബോഡിയിൽ മെഷർ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് പിടിച്ച് ആം ഹോൾ മെഷർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ 13.5 നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമ്മൾ ബ്ലൗസിന്റെ കൈയായാലും ചുരിദാറിന്റെ കൈയൊക്കെ അടിക്കുന്ന സമയത്ത് ഏറ്റവും പ്രൊമിനന്റ് ആയിട്ട് നിൽക്കുന്ന, അതായത് ഇവിടെ കൈ ഇവിടെ വരെയുള്ള ലെങ്ത്തിനിടയിൽ ഏറ്റവും പ്രൊമിനന്റ് ആയിട്ട് നിൽക്കുന്ന ഭാഗം ഏതാണോ ആ ഭാഗത്തെയാണ് നമ്മൾ ഈ അളന്നെടുക്കേണ്ടത്. കാരണം അതിപ്പോൾ നമുക്ക് ഷോൾഡറിന്റെയും അതുപോലെ തന്നെ നമ്മുടെ കൈമുട്ടിന്റെയും ഇടയിൽ ഏറ്റവും പൊന്തി നിൽക്കുന്ന ഒരു മസിൽ പോർഷൻ ഉണ്ടായിരിക്കും. ആ പോർഷന്റെ മെഷർമെന്റ് നമ്മൾ ഇതുപോലെ റൗണ്ട് മെഷർമെന്റിൽ അളന്നെടുക്കേണ്ടതാണ്. ഓക്കെ, ഇപ്പോൾ ഒരു 8 ഇഞ്ചാണ് കാണുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ കിട്ടേണ്ടത് നമുക്ക് കൈയുടെ അറ്റത്തെ വണ്ണം. അപ്പോൾ നമ്മൾ ഫുൾ സ്ലീവോ കാര്യങ്ങളൊക്കെ അടിക്കുകയാണെങ്കിൽ നമുക്ക് കൈയിൻ്റെ അറ്റത്തുള്ള മെഷർമെന്റ് കിട്ടേണ്ടതാണ്. അപ്പോൾ ഇതൊരു 5.5 ആണ്. ഇനി നമ്മളിപ്പോൾ അടിക്കുന്ന ഒരു 3/4 സ്ലീവ് ഒക്കെ ആണെങ്കിൽ ആ കൈ എത്ര നീളമാണോ കസ്റ്റമർ ചൂസ് ചെയ്യുന്നത് ആ അത്രയും നീളം, അതായത് ഇപ്പോൾ 3/4 ആണെങ്കിൽ ഇവിടെയാണല്ലോ കൈ വന്നിക്കുക. അപ്പോൾ ആ സ്ഥലത്തെ ഓപ്പണിങ് എത്രയാണോ, അതായത് ആ തുമ്പിന്റെ വണ്ണം എത്രയാണോ എന്നുള്ളത് കൂടി നമ്മൾ
മെഷർ ചെയ്ത് വെക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ആയി കഴിഞ്ഞ് നമ്മുടെ റൗണ്ട് മെഷർമെന്റ്സ് ഇത്രയും ഹാഫ് ബോഡി ഫിനിഷായി. ഇനി വരുന്നത് താഴേക്കാണ്, നമ്മുടെ ലോവർ ബോഡി പാർട്ടിലേക്കാണ് ഇനി വരുന്നത്. ലോവർ ബോഡി പാർട്ടിലേക്ക് കിടക്കുമ്പോൾ ഓൾറെഡി നമ്മൾ സീറ്റ് അളന്ന് വെച്ചിട്ടുണ്ട്, നമുക്കറിയാം സീറ്റ് എത്രയാണെന്നുള്ളത്. ഇനി സിഗരറ്റ് പാൻറ് പോലെയുള്ള അല്ലെങ്കിൽ ലെഗിങ്സ് പോലെയുള്ള ടൈറ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ള ഗാർമെന്റ്സിനും ആകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കാലിന്റെ നമ്മുടെ ഹിപ്പിന്റെയും നീയുടെയും കാൽമുട്ടിന്റെയും ഇടയിലുള്ള ഭാഗം, ഇടയിലുള്ള ഏറ്റവും ഒരു സെന്റർ ഭാഗത്ത് നമുക്കുള്ള മെഷർമെന്റ് നമുക്ക് അറിയേണ്ടതാണ്. അതുപോലെ തന്നെ കാൽമുട്ടിന്റെയും ഈ പാദത്തിന്റെയും ഇടയിലുള്ള വണ്ണം, ഈ മസിൽ നിൽക്കുന്ന ഭാഗത്തുള്ള വണ്ണം, ഈ രണ്ട് വണ്ണങ്ങളും നമ്മൾ അളന്നെടുക്കേണ്ടതാണ് കേട്ടോ. അപ്പൊ അതിനാണ് റൗണ്ട് മെഷർമെന്റ്സ് തന്നെയാണ്. നമ്മളത് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ പറഞ്ഞ കാൽമുട്ടിന്റെ മുട്ടെന്ന് മടക്ക് ശരിക്കും മടക്കി ബാക്കിലേക്ക് ഒരു കാല് മടക്ക്. ഓക്കെ, ഇങ്ങനെ മടക്കി നിൽക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മുട്ട് കിട്ടും. ഇപ്പൊ ഇതിന്റെയും ഇതായിട്ട് ഈ കാൽമുട്ടിന്റെയും ഈ ഹിപ്പിന്റെയും സെൻട്രലൈസ് ആയിട്ട് വേണം നമ്മൾ മെഷർമെന്റ് എടുക്കാനായിട്ട് കേട്ടോ. ശരിക്കുന്നുള്ളൂ ഇങ്ങനെ മെഷർമെന്റ് എടുക്കുമ്പോൾ നമുക്കിപ്പോൾ ഇവിടെ കിട്ടുന്നത് 15 ആണ്. 15.5 കിട്ടുന്നുണ്ട്. അപ്പോൾ 15 രൂപയാണ് നമുക്ക് അളവ് കിട്ടുന്നത്. അതുപോലെ ഇപ്പോൾ ലെഗിങ്സ് പോലുള്ള ലോങ്ങർ ഗാർമെന്റ്സ് ആണ്, പക്ഷെ നമുക്കത് സ്കിൻ ഫിറ്റ് ആയിട്ട് എടുക്കേണ്ടതാണ് എങ്കിൽ നമ്മൾ ഈ പറയുന്ന മസിൽ പോർഷനിലൊക്കെ, അതായത് രണ്ട് കാലുകളുടെയും മുട്ടിന്റെയും പാദത്തിന്റെയും ഇടയിലുള്ള പൊന്തി നിൽക്കുന്ന ഭാഗത്തിന്റെ അളവ് കൂടി നമുക്ക് എടുക്കേണ്ടതാണ്. അതിപ്പോൾ ഇവിടെ വരുന്നത് ഒരു 11 ആണ് കേട്ടോ, കാണുന്നില്ലേ? 11 ആണ്. അപ്പൊ ഇത്രയും മെഷർമെന്റ്സ് ആണ് നമുക്ക് ഒരു ഹ്യൂമൻ ബോഡിയിൽ നിന്നും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് വരുന്നത് വെർട്ടിക്കൽ മെഷർമെന്റ്സ് ആണ്. ഹൊറിസോണ്ടൽ മെഷർമെന്റ്സ് അല്ലെങ്കിൽ റൗണ്ട് മെഷർമെന്റ്സ് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ബോഡീനെ എന്താ പറയാ, റൈറ്റ് ടു ലെഫ്റ്റ്, അതായത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് അല്ലെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് എടുക്കുന്ന മെഷർമെന്റ്സിനെയാണ് ഹൊറിസോണ്ടൽ മെഷർമെന്റ്സ് എന്ന് പറയുന്നത്. അടുത്തത് ലെങ്ത് ആണ്. അതായത് ഒരു ഡ്രസ്സിന് എത്ര ഇറക്കം വേണം, ടോപ്പിന് എത്ര ഇറക്കം വേണം എന്നൊക്കെ നിശ്ചയിക്കുന്നത് അതിന്റെ ലെങ്ത് ആണല്ലോ. അപ്പൊ പിന്നെ നമുക്ക് ലെങ്ത് എങ്ങനെയാണ് മെഷർ ചെയ്യാന്നുള്ളതാണ് അടുത്തൊരു പോയിന്റിൽ നമുക്ക് നോക്കേണ്ടത്. ലെങ്ത് മെഷർമെന്റ്സ് മെഷർ ചെയ്യുമ്പോൾ എപ്പോഴും ഷോൾഡറിന്റെ സെന്ററിൽ നിന്ന് വേണം നമ്മൾ മെഷർ ചെയ്യാനായിട്ട്. അതായത് ഇവിടെ നെക്കിൽ നിന്ന് കയറ്റി വെച്ച് ഇളക്കുകയോ ഷോൾഡറിന്റെ തുമ്പത്ത് വെച്ച് ഇളക്കുകയോ ചെയ്താൽ തെറ്റാണ്. നമ്മൾ ഷോൾഡറിന്റെ സെൻട്രലൈസ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ എപ്പോഴും, അതായത് നമ്മുടെ ബസ്റ്റ് കൂടെ, അതായത് ഈ ബസ്റ്റ് പോർഷന്റെ സെന്ററിൽ കൂടെ വേണം എപ്പോഴും ടേപ്പ് പാസ് ചെയ്യാനായിട്ട്. ഓക്കെ, അതായത് നമ്മൾ ഇപ്പൊ കുട്ടികളുടെ ആകുമ്പോൾ നമുക്ക് അത്രയ്ക്കും കറക്റ്റ് ആയിട്ട് അത് ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല, നമുക്ക് കാണും മനസ്സിലാവില്ല. പക്ഷെ ഒരു അഡൽട്ടിന്റെ ബോഡിയിൽ നിന്നാകുമ്പോൾ ഇപ്പൊ ഇതുപോലെ നമ്മളൊരു ബോഡിയിൽ നിന്ന് അളക്കുമ്പോൾ എവിടെയാണോ നമ്മുടെ ബസ്സിന്റെ ഏറ്റവും ടോപ്പ് പോർഷൻ വരുന്നത് ആ ടോപ്പ് പോർഷനിലൂടെ വേണം ടേപ്പ് താഴേക്ക് പാസ് ചെയ്യാനായിട്ട്. അപ്പൊ അത് മെഷർ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ഷോൾഡറിന്റെ സെന്ററിൽ നിന്ന് ടേപ്പ് ഫിക്സ് ചെയ്തു, അതിനുശേഷം നമ്മൾ താഴേക്ക് ടേപ്പിന് വിടുകയാണ്. ഇപ്പൊ ഫസ്റ്റ് വരുന്ന ലെങ്ത് മെഷർമെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നെക്കിന്റെ മെഷർമെന്റ് ആണ് വരിക. നെക്കിന് എത്ര ഇറക്കം വേണം, നെക്ക് ലെങ്ത് എന്നാണ് നമ്മളത് പറയുന്നത് കേട്ടോ. നെക്ക് ലെങ്ത് ആണ്, അല്ലെങ്കിൽ നെക്കിന്റെ ഡെപ്തിനെയാണ് നമ്മൾ ഫസ്റ്റ് തന്നെ. നെക്കിന്റെ ഡെപ്ത് പറഞ്ഞ നെക്കിന്റെ ആഴം, അഥവാ നമുക്ക് നെക്കിന്റെ ലെങ്ത് എത്ര ഇറങ്ങി കിടക്കണം നെക്ക് എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന ലെങ്ത് വരുന്നത്. അതായത് വെർട്ടിക്കൽ മെഷർമെന്റ്സിൽ ആദ്യം എടുക്കുന്ന മെഷർമെന്റ് നെക്കിന്റെ ലെങ്ത് ആണ്. ഇപ്പൊ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു 3, ഇപ്പൊ ഇട്ടിരിക്കുന്ന ഗാർമെന്റ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 3 ഇഞ്ച് ആണ് ഇതിന്റെ നെക്കിന്റെ ഡെപ്ത് ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അടുത്തത് വരുന്നത് ബസ്റ്റ് പോയിന്റ് ആണ്. അതായത് എവിടെയാണോ നമ്മളുടെ ബസ്റ്റിന്റെ ഏറ്റവും ടോപ്പ് പോർഷൻ നിൽക്കുന്നത്, അതായത് കറക്റ്റ് പറയുന്നത് നിപ്പിൾ പോയിന്റ്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് വരുമ്പോൾ ഇവിടെ ഷോൾഡറിൽ വെച്ച് കഴിഞ്ഞാൽ എവിടെയാണോ കറക്റ്റ് ആയിട്ട് ബസ്റ്റിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷൻ വന്ന് നിൽക്കുന്നത് ആ പോയിന്റിനെയാണ് നമ്മൾ ബസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ടക്കിടുന്ന ഗാർമെന്റ്സിലായാലും അതുപോലെ നമുക്ക് ഹാഫ് ബ്ലൗസ് പോലെയുള്ള ഡ്രസ്സുകൾക്കായാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെഷർമെന്റ് ആണ് ഈ പറഞ്ഞ പോലെ നമ്മളുടെ ബസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ കാണുന്ന നമുക്ക് ബസ്റ്റ് പോയിന്റ് ഒരു 6.5 നമുക്കൊരു 7 നമുക്കൊരു ബസ്റ്റ് പോയിന്റ് നമുക്ക് കിട്ടുന്നത്. അതിനുശേഷം വരുന്നത് പിന്നെ വരുന്നത് നമുക്ക് എത്രയൊക്കെയാണ് ഹിപ്പ് വരുന്നത്, ഹിപ്പ് അതുപോലെ തന്നെ ഷേപ്പ്, വേസ്റ്റ്, ഇത്രയും കാര്യമാണ്. ഇനി അടുത്ത് വരുന്നത് വേസ്റ്റ് വരുന്ന അളവാണ് നമുക്ക് മനസ്സിലാവേണ്ടത്. വേസ്റ്റ് ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു 11 ഇഞ്ചിലൊക്കെയാണ് നമുക്ക് വേസ്റ്റ് മെഷർമെന്റ് കിട്ടുന്നത്. അതായത് ഷോൾഡറിൽ നിന്ന് ഏകദേശം 11 ഇഞ്ച് താഴെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ബോഡി ഷേപ്പ് വരുന്ന വേസ്റ്റ് മെഷർമെന്റ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. 11-11.5 ഉള്ളിലായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ അതിനുശേഷം വരുന്നത് നമ്മുടെ സ്റ്റിക്കഡ് ചുരിദാറുകളൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് വേണം, സ്ലിറ്റ് പോയിന്റ് മാർക്ക് ചെയ്യാനായിട്ട് ഒരു ഏരിയ ഉണ്ടായിരിക്കും. നോർമലി നമ്മളത് ഹിപ്പിൽ നിന്നാണ് സാധാരണ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കസ്റ്റമൈസ് ചെയ്ത്, അതായത് പലർക്കും ചിലർക്ക് കയറി കിടക്കുന്ന സീറ്റ് ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് താഴ്ന്നു കിടക്കുന്നതായിരിക്കും ഇഷ്ടം, ഓപ്ഷണലാണ്. അപ്പൊ കസ്റ്റമർ എവിടെയാണോ നമ്മൾ സീറ്റ് ഡിമാൻഡ് ചെയ്യുന്നത് ആ സീറ്റ് ഡിമാൻഡ് ചെയ്യുന്ന പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കേണ്ടതാണ്.
ഇപ്പൊ ഈ ടോപ്പിന്റെ ലെങ്ത് ആണ് നമ്മൾ നോക്കുന്നത് എങ്കിൽ ഇപ്പോൾ ഒരു 19.5 ഇഞ്ചിലാണ്, 20 ഇഞ്ചിന്റെ ഇടയിലായിട്ട് ഒരു 19.75 ഈ ടോപ്പിന്റെ ലെങ്ത് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇതുപോലെ ഇപ്പൊ ഒരു സ്ലിറ്റ് സൈഡ് ഓപ്പൺ വേണമെങ്കിൽ സ്ലിറ്റ് ഏകദേശം നമുക്ക് ഒരു 20 ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതായത് കൈ താഴേക്ക് കിടക്കുമ്പോൾ ഏകദേശം താഴേക്കും ഒരു നമ്മുടെ കൈമുട്ടിന്റെയും അതുപോലെ തന്നെ കൈപ്പത്തിയുടെയും ഇടയിലായിട്ട് ഒരു നമ്മൾ 3/4 സ്ലീവ് ഒക്കെ തയ്ക്കുമ്പോൾ ഒരു മുക്കാൽ ഇതുണ്ടല്ലോ, ഇതിന് രണ്ടിനും ഇടയിലുള്ള സെന്റർ പോയിന്റിലാണ് ഏകദേശം സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നോർമലി നമുക്ക് അങ്ങനെയാണ് എങ്കിൽ ഇപ്പോൾ 20 ഇഞ്ച് നമുക്ക് സ്ലിറ്റ് പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതല്ലെങ്കിൽ അവരുടെ കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് ഡിസൈഡ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം പിന്നീട് വരുന്നത് നമുക്ക് കാഫ് വരെയുള്ള, അതായത് തൊട വരെയുള്ള ഏതെങ്കിലും ഫ്രോക്കുകളോ ടോപ്പുകളോ ഒക്കെ ആണെങ്കിൽ ആ ഒരു ലെങ്ത് ആണ് കണ്ടത്. അപ്പോൾ അത് ലെങ്ത് മെഷർമെന്റിൽ നമുക്ക് അളന്നെടുക്കാം. പിന്നെ വരുന്നത് നീ പോയിന്റ് ആണ്. ഫ്രോക്കുകൾക്ക് അതുപോലെ തന്നെ ചില എന്താ പറയുക ഈ സ്കേർട്സിന് അതിനൊക്കെ നമുക്ക് നീ ലെങ്ത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നീ ലെങ്ത് നമുക്ക് മെഷർ ചെയ്യണം. പിന്നെ വരുന്നത് ഫുൾ ലെങ്ത് ആണ്. ഫുൾ ലെങ്ത് പറയുമ്പോൾ നമുക്ക് നേരെ നിൽക്കും കേട്ടോ, കസ്റ്റമറോട് നേരെ നിൽക്കാൻ പറയണം. അതിനുശേഷം നമുക്ക് ഈ പറഞ്ഞ പോലെ കാലിൻ്റെ ഇപ്പോൾ നമ്മൾ പാൻസ് പോലെയുള്ള ഗാർമെന്റ്സിനാണെങ്കിൽ ഈ പറഞ്ഞ ആംഗിൾ വരെയുള്ള ലെങ്ത് ആണ് നമുക്ക് നോക്കേണ്ടതുള്ളൂ. പക്ഷെ ഗൗൺസ് ഫ്രോക്സിനൊക്കെ ആകുമ്പോൾ ഫ്ലോർ വരെയുള്ള ലെങ്ത്, ഇതിപ്പോൾ ഇവിടെ 50 ആണ് കിട്ടുന്നത്, 50 ഇഞ്ചാണ് നമുക്ക് ഫ്ലോർ വരെയുള്ള ലെങ്ത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഏത് ഗാർമെന്റ് ആണോ അതിനെ ബേസ് ചെയ്ത് നമുക്ക് ഇവിടെ മുതൽ ഓൾറെഡി നമ്മൾ മെഷർ ചെയ്യുന്ന നിർബന്ധമായുള്ള അളവാണ്. ഒന്ന് നെക്കിന്റെ അളവ്, പിന്നെ ഒന്ന് ബസ്റ്റ് പോയിന്റ്, വേസ്റ്റ് ലെങ്ത്, അതുപോലെ തന്നെ ഹിപ്പ് വരെയുള്ള ഒരു ലെങ്ത്, അതായത് ഏകദേശം നമ്മളുടെ സ്ലിറ്റ് പോയിന്റ് വരെയുള്ള ലെങ്ത്. ഇത്രയും ലെങ്ത് എന്തായാലും മസ്റ്റ് ആയിട്ട് നമ്മൾ മെഷർ ചെയ്യേണ്ടത് തന്നെയാണ്. അവിടെ നിങ്ങളുടെയുള്ള മെഷർമെന്റ്സ് കസ്റ്റമൈസ് ആണ്, ഓരോ ഗാർമെന്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ മെഷർമെന്റ്സ് എടുക്കുന്നത്. ഇനി നമുക്ക് മനസ്സിലാവേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെഷർമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്രോച്ച് പോയിന്റ് ആണ്. അതായത് ക്രോച്ച് പോയിന്റ് എന്ന് പറയുമ്പോൾ ഒരു ചുരിദാറിന്റെ ബോട്ടം ഇടുമ്പോൾ നമ്മളിപ്പോൾ ഇതിന്റെ ബോട്ടം ഇവിടെയാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്ന് ഇവിടെ വരെ, അതായത് ഇവിടെ വരെ ഉള്ള അളവിനെയാണ് നമ്മൾ ക്രോച്ച് പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ വരെ നമുക്ക് കിട്ടുന്ന ഒരളവുണ്ട്, ഇത്രയും ബോഡി പോർഷനിൽ കിട്ടുന്ന അളവിനെയാണ് നമ്മൾ ക്രോച്ച് അളവ് എന്ന് പറയുന്നത്. അത് കറക്റ്റ് ആയില്ലെങ്കിൽ ഒരു ഗാർമെന്റ് ഇടുമ്പോൾ നമുക്ക് ഭയങ്കര അൺകംഫർട്ട് ആയിരിക്കും. ചിലപ്പോൾ അത് പൊട്ടിപ്പോകാനും സ്ലിറ്റ് കീറാനും ഒക്കെ പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ എങ്ങനെയാണ് ക്രോച്ച് അളവ് എടുക്കുന്നത് അങ്ങനെയുള്ളതൊന്നും നമുക്ക് നോക്കാം. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് കസ്റ്റമറുടെ ക്രോച്ച് അളവ് എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. അത് കറക്റ്റായിട്ട് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനെ കസ്റ്റമർ നമ്മൾ വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫേസിൽ ഇരുത്തണം. അത് നമുക്ക് ഈ ചെയറിലിരുത്തിയാലും മതി, പക്ഷെ കുഴിഞ്ഞിട്ടുള്ള ചെയറുകളൊന്നും നമ്മൾ ഓപ്റ്റ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് മെഷീനിൽ തെറ്റി വരാൻ സാധ്യതയുണ്ട്. നമുക്ക് വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ചെയറുകളിലോ അതല്ലെങ്കിൽ ടേബിളുമോ അങ്ങനെ കസ്റ്റമർ ഇരുത്തിയതിനു ശേഷം ബാക്ക് ബോൺ നന്നായിട്ട് നിവർന്നിരിക്കാൻ പറയണം. മടക്കി പിടിച്ചു. അതിനുശേഷം നമ്മൾ ടേപ്പ് കൊണ്ട് മെഷർ ചെയ്യുമ്പോൾ ടേപ്പിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടല്ലോ, സ്റ്റാർട്ടിംഗ് പോയിന്റ് നമ്മൾ സീറ്റിലേക്ക് ചെയറിലേക്ക് മുട്ടിച്ചു വെക്കുക കേട്ടോ. ടേപ്പിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ചെയറിലേക്ക് മുട്ടിച്ചു വെക്കണം. മുട്ടിച്ചു വെച്ചതിന് ശേഷം ഇതുപോലെ സെൻട്രലായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഇപ്പോൾ ഇവിടെ ഏകദേശം നമുക്ക് ഒരു 8.5 കണ്ടോ, 8.5 നമ്മൾ വിരൽ വെച്ച് നിൽക്കുമ്പോഴും അതായത് നമ്മൾ നോക്കൂ ഇവിടെ വെച്ചു. അതിനുശേഷം ഇങ്ങനെ പതിയെ കൊണ്ടുവന്ന് 8.5 നമ്മൾ ഫിംഗർ വെച്ച് പ്രസ് ചെയ്ത് വെച്ചപ്പോഴും നമ്മൾ ടേപ്പ് താഴെ മുട്ടി നിൽക്കണ്ടായിരിക്കണം, ചെയറിൽ മുട്ടി നിൽക്കണ്ടായിരിക്കണം കണ്ടോ. അപ്പോൾ ഇതുപോലെ ആണ് നമ്മൾ ക്രോച്ചിന് അളവ് എടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഏകദേശം 8.5 അല്ലെങ്കിൽ 9 നമുക്ക് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഇവിടെയാണ് കുട്ടിയുടെ ഈ ഇട്ടിരിക്കുന്ന പാൻറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അപ്പോൾ അവരതാണല്ലോ യൂസ് ചെയ്യേണ്ടായിരിക്കും. അപ്പോൾ ഒരു 9 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം കേട്ടോ. ഒരു 9 ഇതിലെ ക്രോച്ച് അളവായിട്ട് നമുക്ക് 9 കൺസിഡർ ചെയ്യാം. അതല്ല എങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ കസ്റ്റമറുടെ എവിടെയാണോ വേസ്റ്റ് പോയിന്റ് വരുന്നത് അവിടെ നിന്ന് താഴേക്ക് ഇങ്ങനെ ചെയർ വരെ എടുത്താലും നമുക്കൊരു 9 കിട്ടുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ക്രോച്ച് അളവ് കറക്റ്റായിട്ട് നമ്മൾ മെഷർ ചെയ്യാം. ഇത് കസ്റ്റമറുടെ ബോഡിയിൽ നിന്ന് അളന്നെടുക്കുന്ന മെത്തേഡാണ്. കാൽക്കുലേഷൻ മെത്തേഡ് വേറെ ഉണ്ട്, പക്ഷെ എന്നാൽ പോലും ഇതാകുമ്പോൾ നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് എത്രയാണ് എന്നുള്ളത് കറക്റ്റായിട്ട് മെഷർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ക്രോച്ച് അളവ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ക്രോച്ച് അളവ് കറക്റ്റ് ആയില്ല എങ്കിൽ നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് ഇടുമ്പോൾ അതിൻ്റെ പലപ്പോഴും കണ്ടിട്ടില്ലേ കുറച്ച് പാൻറ്റുകളുടെ ഒക്കെ ആ സ്റ്റിച്ചിങ് വരുന്ന എല്ലാ 4 ജോയിൻസും ചേർന്ന ക്രോച്ച് പോർഷൻ പെട്ടെന്ന് സ്റ്റിച്ച് വിട്ടു പോകും. അങ്ങനെയുള്ള പ്രോബ്ലം ഉണ്ടാകുന്നത് കുറച്ച് ടൈറ്റ് ആയിക്കോ ഇരിക്കുമ്പോഴാണ് അങ്ങനത്തെ പ്രശ്നം വരിക. അതുപോലെ നമ്മൾ സിഗരറ്റ് പാൻറ്റ് പോലെയുള്ള അതല്ലെങ്കിൽ ലെഗിങ്സ് പോലെയുള്ള പക്ഷേ ലെഗിങ്സിനെ കുറച്ച് റെസിലിയൻസി ഉള്ളതുകൊണ്ട് വലിയ പ്രോബ്ലം ഉണ്ടാവില്ല. അല്ലാത്ത തുണികളിലൊക്കെ നമ്മൾ ഈ പറഞ്ഞ സിഗരറ്റ് പാൻറ്റോ അങ്ങനെയുള്ള കാര്യങ്ങൾ കോട്ടൻ്റെ ഫാബ്രിക്കിലൊക്കെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷനിൽ ക്രോച്ച് അളവ് കറക്റ്റ് ആയില്ല എങ്കിൽ
അത് മിക്കവാറും ആ സീറ്റ് പോർഷൻ പൊട്ടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ക്രോച്ച് അളവ് അറിഞ്ഞിരിക്കേണ്ടതും അത് കറക്റ്റായിട്ട് മെഷർ ചെയ്തെടുക്കുന്നതും അത്യാവശ്യമാണ്. അങ്ങനെ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ ക്രോച്ച് അളവ് ഈ പോയിന്റ് മുതൽ ഇരിക്കുന്ന ഈ ഫ്ലാറ്റ് സർഫേസ് വരുന്ന ഏരിയ വരെ, ഇവിടുന്ന് ഏതാണോ ചെയർ വരെയുള്ള ലെങ്ത് അതിനെയാണ് ക്രോച്ച് അളവായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് മെഷർമെന്റ്സ് നമുക്ക് ബോഡിയിൽ നിന്ന് എടുക്കാനുള്ളത്.